ശ്രീ എം ജയചന്ദ്രൻ, ഏതെങ്കിലും തരത്തിൽ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ താല്പര്യങ്ങളാണോ മുഖ്യമന്ത്രി വിരുന്നിൽ പങ്കെടുത്തു? ഇത്രയേറെ നാട് മുങ്ങി നിൽക്കുമ്പോൾ ഒരു വിരുന്നിൽ വളരെ ആഘോഷം മൂഡിൽ പോയി പങ്കെടുത്തത്, അത് ഒരു ഭക്ഷണം കഴിക്കലാണ്, ഒരു വിരുന്നാണ് എന്ന് കാണാനാകാത്ത ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ ബാധ താങ്കളെപ്പോലെയുള്ളവർക്ക് പിടികൂടിയത് കൊണ്ടാണോ? ഹെലികോപ്റ്ററിൽ പൊതുകാര്യങ്ങൾക്ക് ഉപയോഗിച്ചത് സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കുന്ന ഒരു രീതി, അത് കാലം മാറിയതനുസരിച്ച് വേണ്ടതല്ലേ? കെ മുരളീധരൻ ചോദിച്ചതുപോലെ കാറിൽ പോകാൻ പറ്റാത്തടത്ത് ഹെലികോപ്റ്ററിൽ പോകണ്ടേ? അതിനെയും വിമർശിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ബാധ കൊണ്ടാണോ? ഈ ഘട്ടത്തിലുള്ള എല്ലാ വിമർശനങ്ങളെയും ഇങ്ങനെയാണോ കാണേണ്ടത്? കാരണം പ്രളയമല്ലേ ശ്രീ ജയചന്ദ്രൻ? അജിംഷായ, അതില് ഇപ്പോ പ്രിയപ്പെട്ട പിടിപാറ സാറ് ചില കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ അഡ്മിറ്റ് ചെയ്യുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. LDF ഭരിച്ച കാലത്ത്, പ്രളയകാലത്ത് അല്ലെങ്കിൽ വെള്ളപ്പൊക്ക കാലത്ത് ഇത്തരം കാര്യങ്ങളിൽ അന്ധമായ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കാതിരിക്കാനുള്ള മാന്യത അവരും കാണിക്കേണ്ടതാണ് എന്നൊരു നിരീക്ഷണം അല്ലെങ്കിൽ നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. അതാണ് കാര്യം. ഒരു പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയിരുന്നു നിലപാട് അവരുടെ എന്ന് അദ്ദേഹം പരോക്ഷമായി സമ്മതിക്കുകയാണ്. അത് പിന്നെ എംഫാറ്റിക്കലി പറഞ്ഞു പോകേണ്ട കാര്യം തന്നെയാണ്. അതിന്റെ ഭാഗമാണ് ഹെലികോപ്റ്റർ യാത്രയും അങ്ങനെ തന്നെയാണ് വരേണ്ടത്, വരുന്നതും അങ്ങനെ തന്നെയാണ്. ഇത് മെയ് 1 മംഗലാപുരത്തേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി. ഇന്നിപ്പോ ചാർട്ടേഡ് ഫ്ലൈറ്റ് അല്ല, പക്ഷേ സംസ്ഥാന സർക്കാർ സ്വകാര്യ വാടകയ്ക്കെടുത്ത സ്വകാര്യ വിമാനമാണ്, സ്വകാര്യ ഹെലികോപ്റ്ററാണ്. ഇപ്പൊ രണ്ടിനും എന്താണ് കാരണം? അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ എന്തോ സ്വകാര്യ പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ പൊതുപരിപാടി ആണെങ്കിൽ പൊതുപരിപാടി ഏതാണ്? മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടികൾ രഹസ്യമായിട്ടിരിക്കേണ്ടതല്ലോ, അത് പരസ്യപ്പെടുത്തുന്നതിന് ഒരു പ്രയാസവും ഇല്ലാത്തതല്ലേ? ഇന്ന പരിപാടിക്കാണ് CM പോയത് അവിടെ എന്ന് പറഞ്ഞാൽ തീരുന്ന കേസല്ലേ ഉള്ളൂ. പക്ഷെ അതല്ല, അദ്ദേഹത്തിന് ഒരു പൊതുപരിപാടി ഉണ്ടായിരുന്നു. ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ട് പോയില്ല പിന്നല്ലേ? കാരണം ഈ എന്താണ് മംഗലാപുര യാത്രയെ സംബന്ധിച്ച് പോലും ഇതുവരെയും വിശദീകരിച്ചിട്ടില്ല. ഈ ചക്രവാണി അടക്കമുള്ളവരൊക്കെ ഇപ്പോഴും വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഓരോ നിഗൂഢത. അപ്പോഴാണ് ഞാൻ സമയപരിമിതി ഉള്ളതുകൊണ്ടെന്ന് ഇടപെടുകയാണ്. തീർച്ചയായും. അല്ല, അജിംഷാദ് ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഇത് ഇന്ന് രാത്രിയിൽ പത്തനംതിട്ടയിൽ മിന്നൽ പ്രളയം ഉണ്ടാകും എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ ആരെങ്കിലും ആണോ? വിമർശനം ഉന്നയിക്കുന്ന ആരെങ്കിലും ആണോ? മന്ത്രി PC വിഷ്ണുവാണേ. അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത്? അപ്പോ അനാസ്ഥയും ഏകോപനക്കുറവും എന്ന് പിന്നെ ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആക്ഷേപിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയായി വരികയല്ലേ ചെയ്യുന്നത്? ഈ അനാസ്ഥയും ഏകോപനക്കുറവും മാറ്റണം എന്ന് നമ്മൾ പറയുന്നുള്ളൂ. അതല്ലാതെ ഇത് മുഴുവൻ തകരാറിലായെന്നോ VD സതീശൻ വന്ന പാടെ അങ്ങോട്ട് വിമർശിക്കാൻ പോകുന്നു എന്നുള്ള അർത്ഥത്തിലേക്ക് കാണേണ്ടത്.